ഡാനിയൽ എന്നാണ്. ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിനി ഡാനിയൽ, please join us on stage. Dini Daniel is a star in the Malayalam film industry. Dini was the host of the television program Mukangal in Malanad TV. Later, she did many roles in serials and movies. Today, she is also an active actress in the film industry. Dini Daniel has been nominated for the second NTV Film Awards 2023 by Malanad TV. ആങ്കറായ ആളാണ്. ഞങ്ങളുടെ നാട്ടുകാരാണ്. പത്തനംതിട്ട ചന്ദനപ്പള്ളിയാണ് സ്വദേശം. ആ 10 വയസ്സിൽ മലനാട് ടിവിയോടൊപ്പം ചേർന്നിട്ട് പിന്നീട് ഈ മലനാട് ടിവിക്ക് എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള അന്നേരമൊക്കെ ഡിനി ഓടി വന്ന് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ ചേക്കേറുമ്പം അന്ന് അവിടെ പഠിച്ചത് നേഴ്സിംഗ് അല്ലേ, ആ സമയത്ത് ഞങ്ങളോടൊപ്പം അവിടെ വന്ന് ബാംഗ്ലൂരിലെ മലയാളി സമാജങ്ങളെയൊക്കെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുവാനും മലനാട് ടിവിക്ക് അവിടെ ഒരു പ്രൊമോട്ടറെ കണ്ടെത്തുന്നതിനും രാജേന്ദ്രൻ സാറിൻ്റെ ആ ഒരു സഹായം നേടുന്നതിനൊക്കെ ഡിനിയുടെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല. എന്തായാലും ഡിനി ഇന്ന് മലനാട് ടിവിയുടെ ആദ്യത്തെ സീരിയൽ, ആ സീരിയൽ ഇതുവരെ ഡോക്ടർ രാജേന്ദ്രൻ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ആ സീരിയൽ ഇറങ്ങിയില്ല. ഗുരു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ളൊരു വലിയ പരമ്പര പ്ലാൻ ചെയ്തിരുന്നു. രാജീവ് മാധവൻ എന്ന് പറയുന്ന ക്യാമറമാനാണ് അത് സംവിധാനം ചെയ്തത്. അതിലാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഡിനി അഭിനയിക്കുന്നത് അല്ലേ? മലനാട് ടി വിയെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് ജയശേട്ടനാണ്. ജയശേട്ടൻ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ പെരുന്നാൾ കവർ ചെയ്യാൻ വരികയും അങ്ങനെ എന്നെ ആങ്കറിങ്ങിലേക്ക് വിളിക്കുകയും ഫസ്റ്റ് ഞാൻ ജയശേട്ടനോടാണ് ആങ്കർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആങ്കറിങ്ങിൽ നിന്ന് പിന്നെ സീരിയലിലേക്കും എന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വിളിക്കുന്നത് ജയശേട്ടനാണ്. ജയശേട്ടൻ ഗുരു എന്ന് പറഞ്ഞൊരു സീരിയലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ മൂവി, അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ ഇവിടം വരെ എത്തി. എല്ലാത്തിനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത് ജയശേട്ടനോടും മലനാട് ടി വിയോടും. മലനാട് ടി വി എനിക്ക് എന്നും എപ്പോഴും ഒരു കുടുംബം പോലെയാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു കോളിൽ ഞാൻ വിളിച്ചാൽ ജയശേട്ടൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ സഹായവും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉപദേശങ്ങളും ഒക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ജയശേട്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്തിരി നല്ല കാര്യങ്ങളാണ്. അത് നമ്മൾ പലരും മാതൃകയാക്കേണ്ട കാര്യമാണ്. ചാരിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം വിചാരിക്കും കുറച്ച് പൈസയൊക്കെ വന്നു കഴിഞ്ഞ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചാരിറ്റി. അപ്പം മനുഷ്യരെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് എന്നും അത്യാഗ്രഹമാണ്. അവർക്ക് ഒരിക്കലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇന്നിപ്പോൾ ഒരു മാരുതി കാറാണെങ്കിൽ നാളെ ചിലപ്പം അവന് വേണ്ടിയത് അതിലും കൂടിയ കാറായിരിക്കും, മറ്റന്നാളെ അത് ബെൻസ് ആവും. അപ്പം നമ്മുടെ നീഡ് ഒരിക്കലും സാറ്റിസ്ഫൈ ആവത്തില്ല. അപ്പോൾ കാശ് വന്നിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഉപയോഗിച്ച നമുക്ക് ഡ്രസ്സുകൾ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊതി കെട്ടുമ്പോൾ എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതെ വലയുന്നുണ്ട്, അവർക്ക് ഒരു പൊതി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡ് നമുക്ക് ആർക്കെങ്കിലും സംഭാവനയായിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല, പലർക്കും ചിലപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് ചുറ്റും ഉണ്ടാവും. ഒരു 1000 അല്ലെ 10,000 1 ലക്ഷം രൂപയൊന്നും ആയിരിക്കത്തില്ല ചാരിറ്റി. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അതാണ് ചാരിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്നെ പഠിപ്പിച്ചതും എൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് എല്ലാവർക്കും നമ്മളെപ്പറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് ഓരോ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജയശേട്ടാ. എന്തായാലും ഡിനി ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ശ്രീതി മാമും മലനാട് ടി വി ഈ എറണാകുളത്ത് വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള ഇവൻറ്റുകളിൽ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ടൈം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺട്രപ്രണറാണ് പ്രീതി മാം. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ മലനാട് ടി വിയിലൂടെ ആങ്കറായിട്ട് വന്ന് മലയാള സിനിമയിലെത്തിയ കുറേ പേരുണ്ട്. അതിലൊന്നാണ് പാർവതി കൃഷ്ണ, മറ്റൊരാളാണ് ടിങ്കിൾ ജോബി. അവരെയൊക്കെ നമ്മൾ ഇന്നിവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളുടെ മലനാട് ടി വിയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയ ആളെന്നുള്ള നിലയിലും ഇപ്പോഴും സജീവമായിട്ട് ചില ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും അത് കുടുംബപരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെയും വീട്ടിൽ അച്ഛനെ തേടി ഒരു ടെലിവിഷൻ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും വളരെയധികം സജീവമായിട്ട് കുടുംബപരമായിട്ട് തന്നെ ചന്ദനപ്പള്ളിയെ സംബന്ധിച്ചിട്ട് ചന്ദനപ്പള്ളിയിലെ ഒരു വലിയ ഫാമിലിയാണ്. ആ കുടുംബം ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾ ഡിനിയിലൂടെ വീണ്ടും നടക്കട്ടെ, അതിനുവേണ്ടിയാണ് ഈ ആദരവ്. Yes, Malanad TV Film Awards
ജിനി ഡാനിയലിന് ഉപഹാരം നൽകുന്നത് പ്രീതി മാമാണ്. കൺഗ്രാറ്റുലേഷൻസ്.